അടിവാട് കലാ സാഹിത്യ സാംസ്കാരികോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. ഷിബു തെക്കുംപുറം MLA പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സഹീറ M എഴുതിയ കരിമുട്ടത്തെ മാടൻകുന്ന് എന്ന നോവൽ പ്രകാശനം ചെയ്തു. അടിവാട് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാല ആൻഡ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു. ഷിബു തെക്കുംപുറം MLA ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞത്. ഈ നാടിൻ്റെ മുന്നേറ്റം, സാംസ്കാരികമായ വലിയ പുരോഗതി അത് ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞത്. നമ്മുടെ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള സമഗ്ര പുരോഗതിക്ക് സാഹിത്യ പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. ഓരോ നാടിൻ്റെയും ആത്മാവ് എന്ന് പറയുന്നത് ആ നാട്ടിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ പ്രസ്ഥാനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ HM ബിന്ദു ജിജി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് KA യൂസഫ് പല്ലാരിമംഗലം അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി സഹീറ M എഴുതിയ കരിമുട്ടത്തെ മാടൻകുന്ന് എന്ന നോവൽ പ്രകാശനം ചെയ്തു. മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് ക്ലബ്ബ്, നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജ് NCC യൂണിറ്റ്, പോത്താനിക്കാട് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊഹസീന ശിഹാബ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KA മുഹമ്മദ്, ഫാത്തിമ മജീദ്, വാർഡ് മെമ്പർമാരായ നെജി ജബ്ബാർ, നീനു മൈദീൻ, അനിൽകുമാർ, ഹക്കീം ഖാൻ, ഷൗക്കത്ത് അലി MB, NK മുഹമ്മദ്, നിസാമോൾ ഇസ്മായിൽ, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MM ആലിയാർ, മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ മാനേജർ KM മൊയ്തു, ജനറൽ സെക്രട്ടറി സിദ്ദീഖ് CH, പ്രിൻസിപ്പൽ റെജി V ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ധന്യ സതീഷ്, ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്രണ്ട് ദീപ രാമനാഥൻ D, എംബിറ്റ്സ് കോളേജ് NCC ഓഫീസർ അജിത് KU, ലൈബ്രറി ആക്ടിംഗ് സെക്രട്ടറി AMA റഷീദ്, ട്രഷറർ VG മധു തുടങ്ങിയവർ സംസാരിച്ചു. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന ആ കൊച്ചു പുസ്തകത്തിലെ ഉമ്മ എന്ന കഥാപാത്രത്തിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകട്ടെ. വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് വീട്ടിലെ സകല ജോലിയും ചെയ്ത് കപ്പപ്പുട്ടും കടിഞ്ചായയും കുടിച്ച് കത്തലടക്കി കിടന്ന് ജീവിച്ച് കുടുംബം പുലർത്തിയ കേരളത്തിന്റെ സ്ത്രീരത്നങ്ങളെ ബഷീറിനോളം മറ്റാരാണ് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അനുജനായ അബ്ദുൽ ഖാദർ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എടുത്തു വായിക്കണം ഈ പുസ്തകങ്ങളെല്ലാം. അബ്ദുൽ ഖാദർ ഒരിക്കൽ പ്രിയ എഴുത്തുകാരനോട് ഇക്കാക്ക, ഇതിലെ വ്യാകരണം എവിടെ, ആഖ്യ എവിടെ, ആഖ്യാതം എവിടെ എന്ന് ചോദിച്ചപ്പോൾ, നിന്റെ ഒരു പളുങ്കൂസ് വ്യാകരണം ഞാൻ സാധാരണ മനുഷ്യർ എഴുതിയിരിക്കുന്നത് പോലെയാണ്, സാധാരണ മനുഷ്യന്റെ ഭാഷയിലാണ് എഴുതുന്നത് എന്ന് വായനക്കാരായ നമ്മോട് പറഞ്ഞപ്പോൾ ഹൃദയസ്പന്ദനങ്ങളെ, മനുഷ്യ ജീവിതത്തെ ഒപ്പിയെടുത്ത ആ തൂലിക തീർച്ചയായും സാധാരണക്കാരന്റെ ജീവിതത്തെ തന്റെ രചനകളിലൂടെ രചിച്ച ഒരു മഹാനായ വ്യക്തിത്വം. ചിത്ര പ്രദർശനം, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, ശാസ്ത്ര പ്രദർശനം, മൺകലങ്ങളുടെ വിൽപ്പന തുടങ്ങിയവ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 10 വരെ നടക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.